ഞായറാഴ്ച കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഞങ്ങൾ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കല് പെരയിൽ. അപ്പം അന്ന് ചിക്കൻ കൊടുന്നപ്പം അത് മുഴുവൻ ഉണ്ടാക്കിയില്ല, കുറച്ചാണ് മാറ്റി വെച്ചു കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതെടുത്തിട്ട് നല്ലൊരു നാടൻ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഇനി നിങ്ങൾ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതിക്ക് ചില്ലി ഫ്ലേക്സ് ആണ്. ഈ ചില്ലി ഫ്ലേക്സ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഇല്ലെങ്കിൽ ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചാലും മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് മുളക് പൊടിയാണ്. നിങ്ങൾക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എത്ര എരിവിനനുസരിച്ച് ഇടുക. അവിടെയൊക്കെ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് എരിവ് മതി. അപ്പോൾ എന്തായാലും അതിലേക്ക് കുറച്ച് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് 1 ടീസ്പൂണും 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതെന്തായാലും ചിക്കൻ പൊരിക്കുമ്പോൾ ഉടനെ അപ്പോഴായിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവുക. അതിലേക്ക് തന്നെ നാരങ്ങൻ്റെ നീര് കുരു പെടാണ്ട് ഇതുപോലെ 1 മുറി മതി, അതും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുമ്പോഴാണ് ഓർമ്മ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം അതിലേക്ക് ഇതുമാതിരി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ നിറച്ചെന്നെ വേണമെന്നില്ല, നമ്മളിതിലാകെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. കൂടെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല, അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളുണ്ട്, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ടാട്ടോ വെച്ചത്. അപ്പോൾ പകല് ഇത് മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് പിന്നെ രാത്രി ആട്ടോ എടുത്തത് പൊരിക്കണതിന് മുൻപായിട്ട്, അതായത് നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ എപ്പോഴാണോ പൊരിക്കണം അതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് കേട്ടോ ഇത്. അതിക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ തന്നെ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, 1 സ്പൂണൊക്കെ മതി. പിന്നെ വെളുത്തുള്ളി ഒന്ന് തോലോടുകൂടി കുത്തി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പൊരിക്കണതിൻ്റെ തൊട്ട് മുൻപായിട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുമാതിരി കോൺഫ്ലോർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് എണ്ണ നല്ല തിളപ്പിച്ചിട്ട് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് അതിക്ക് ഓരോന്ന് ഇട്ടെടുത്ത ഉടനെ തൊട്ട് പോവരുത്, അവിടെ തന്നെ വെക്കുക. കാരണം നമ്മൾ അതിൽ കൂടെ ഇളക്കി കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ കൂടി അതിൽ കലങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ വെക്കുക. നല്ലോണം ഒരു 2-3 മിനിറ്റ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടും ഇളക്കിയിട്ടും നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റുക. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.